الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യരായ നമ്മുടെ ജീവിതം വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും അഭിമുഖീകരിച്ചു പോകുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്, ക്രമീകരിച്ചിട്ടുള്ളത്. ആയുസ്സിൽ മുഴുവനും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക എന്നത് എല്ലാവരെ കൊണ്ടും സാധ്യമായി തീരുന്ന കാര്യമല്ല. അതുപോലെ തന്നെ അസ്വസ്ഥതകളും പ്രയാസങ്ങളുമായി മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരിക എന്നതും ശാശ്വതമായ നിലക്ക് ആരുടെയും ജീവിതത്തിൽ കണക്കാക്കപ്പെടുകയില്ല. സന്തോഷവും സമാധാനവും പരീക്ഷണവും പ്രശ്നവുമെല്ലാം ഇറങ്ങിയും കയറിയും മുന്നോട്ട് പോകുന്ന ജീവിതമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണോ ആ അനുഗ്രഹങ്ങളെ ഉൾക്കൊണ്ട് അവന് നന്ദി കാണിച്ചുകൊണ്ട് അനുസരണയുള്ള അടിമകളായി മാറുക എന്നതാണ് എല്ലായ്പ്പോഴും വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അപകടകരമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ, വിഷയങ്ങൾ കേൾക്കുമ്പോൾ അനുഭവിക്കുന്നവരെക്കാൾ കാണുന്നവരും കേൾക്കുന്നവരും പ്രയാസപ്പെട്ടു പോകുന്നു എന്നത് വളരെ ഗൗരവത്തിൽ നാം കാണേണ്ട ഒരു വിഷയമാണ്. അധികം ആളുകളും വിചാരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവസാനിക്കുന്നതാണ് ജീവിതം അല്ലെങ്കിൽ ഉപജീവന മാർഗം എന്നതാണ്. ഒരു പ്രശ്നമുണ്ടായി എന്നറിയുമ്പോഴേക്ക് ജീവിതം വഴിമുട്ടുകയാണല്ലോ. ഇനി എന്താണ് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നാട്ടുകാരുടെയും ഒക്കെ അവസ്ഥ? എങ്ങനെയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക? ഈ നിലക്ക്
ആവശ്യമില്ലാത്ത അസ്വസ്ഥതകളെ, സമാധാനമില്ലായ്മയെ ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കൂടുതലായി കാണപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ശാരീരികവും മാനസികവുമായ പരിപാലനം വളരെ കണിശമാക്കേണ്ട ഒരു കാലഘട്ടമാണ്. കുടുംബത്തിന്റെ ശാരീരിക വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണം, വെള്ളം, സൗകര്യങ്ങൾ ഇത് മാത്രം ഒരുക്കി കൊടുക്കുക എന്നതല്ല, മറിച്ച് മാനസികമായ ഒരു പരിപാലനം, ഒരു വളർത്തൽ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയത് എന്താണോ അതുകൊണ്ട് തൃപ്തി അടയാൻ സാധിക്കണം. രണ്ട് രൂപത്തിലുള്ള തൃപ്തിയാണ് വേണ്ടത്. ഒന്നാമത്തേത് പൊതുവായി നമുക്കുണ്ടാകേണ്ട റിള. അള്ളാഹുവിന്റെ വിധിയിൽ, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ, അള്ളാഹു നിശ്ചയിച്ചതും കണക്കാക്കിയതും എന്താണോ, എന്റെ റബ്ബാണ്, എന്റെ ആരാധ്യനാണ് ഇത് കണക്കാക്കിയത്, അവന്റെ വിധിയും തീരുമാനവുമാണിത്, ഞാൻ ആ കാര്യം ഉൾക്കൊണ്ടിരിക്കുന്നു, ആ കാര്യത്തിൽ തൃപ്തി അടഞ്ഞിരിക്കുന്നു, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. രണ്ടാമത്തേത് ഉള്ളത് എന്താണോ അതുകൊണ്ട് തൃപ്തിപ്പെടുക. ഇല്ലാത്ത ഒന്നിനെ കളവിലൂടെ, വഞ്ചനയിലൂടെ അല്ലെങ്കിൽ മറ്റു കുറുക്കുവഴികളിലൂടെ സ്വായത്തമാക്കാൻ ശ്രമിക്കുക എന്നത് വിശ്വാസിയുടെ സ്വഭാവമായി പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഖനാഅത്ത് നമുക്കുണ്ടാകണം. എന്താണോ ഭക്ഷിക്കാനും എന്താണോ സൗകര്യമായും നമ്മുടെ അധീനത്തിൽ, നമ്മുടെ പക്കലുള്ളത്, അതിൽ തൃപ്തിയടയാൻ സാധിക്കുക എന്ന സ്വഭാവവും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ട കാര്യം എന്താ? അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന ഒരു വിളിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വിളിക്കുകയാണ്. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എവിടെയായിരുന്നാൽ, വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും ആർക്കൊപ്പമാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന ഒരു മറ നമുക്കുണ്ടാകണം. അത് വലിയ ഒരു അതിരാണ്. ആ അതിര് ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. എന്നിട്ടോ വാജ്മിലൂ ഫിത്വലബ്, നിങ്ങൾക്ക് ആവശ്യമായ കാര്യം അന്വേഷിക്കുന്നത് നന്നാക്കുക എന്നാണ്. നമുക്ക് എന്താണ് വരുമാനമായി വേണ്ടത്? നല്ല ഒരു ജോലിയാണ്. ആ ജോലിയെ സംബന്ധിച്ചുള്ള നല്ല അന്വേഷണം ജീവിതത്തിൽ ഉണ്ടാകണം. ഹലാലായ വരുമാനം ഓരോരുത്തർക്കും അല്ലാഹ് കണക്കാക്കിയത് എന്താണോ അതാണ് ആ വരുമാനമായി കിട്ടുക. ഒരു ദിവസം കിട്ടുന്ന വേതനം ഇരട്ടിയാകണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. സമയബന്ധിതമായി നിർവഹിക്കപ്പെടേണ്ട ജോലികളായിരിക്കും. സമയത്തിനകം തീർത്താൽ ലഭിക്കുന്നതാണ് വരുമാനം. അത് ഏറ്റവും നല്ല നിലയിൽ അന്വേഷിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ഫഇന്ന നഫ്സൻ, ഒരാത്മാവ് ലൻ തമൂത ഹത്താ തസ്തൗഫിയ റിസ്ഖഹാ, ഒരാത്മാവും തന്നെ അത് കഴിക്കേണ്ടത് കഴിച്ചു തീർക്കാതെ മരിക്കൂലാണ്. ഒരു പാത്രം ഭക്ഷണം പൂർത്തിയാക്കിയിട്ടേ മരിക്കൂ എങ്കിൽ അപ്പോഴേ മരിക്കുള്ളൂ, അല്ലാതെ ആള് മരിക്കൂലാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടേ മരിക്കൂ, ആ കാര്യം നടക്കും. പക്ഷെ ആളുകൾ പേടിയില്ല. അന്നം മുടങ്ങുമോ, പട്ടിണിയാകുമോ, വരുമാനം നിലക്കുമോ, ഈ നിലക്കുള്ള പേടിയും പരിഭ്രമവും ആളുകളെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അതൊരിക്കലും വിശ്വാസിയെ അലട്ടേണ്ട ഒരു വിഷയമല്ല. എന്താണോ നമുക്കല്ല കണക്കാക്കിയത്, വസ്ത്രമായും ഭക്ഷണമായും സൗകര്യങ്ങളായും സംവിധാനങ്ങളായും, അത് കിട്ടിയിട്ടേ നമ്മൾ മരിക്കൂ.
അല്ലാതെ ആര് എന്ത് കാട്ടിയിട്ടും കാര്യമില്ല. ഈ കാര്യം നടക്കാതെ മരണത്തിലേക്ക് ഒരാൾ എത്തുകയില്ല. എത്ര കൊമ്പന്മാർ പണിയെടുത്താൽ, ദുന്യാവ് മുഴുവനും അടക്കി ഭരിക്കണം എന്ന കൊതിയോടെ നടക്കുന്ന അഹങ്കാരികൾ, അവർ തീരുമാനിച്ചാലും ഒരു മനുഷ്യന്റെ തൊണ്ടയിലൂടെ ഇറങ്ങേണ്ടത് ഇറങ്ങാതെ അയാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇനിയോ വൈൻ എന്തെങ്കിലും ഒരു സാവകാശം അല്പം വഴുകിയാലോ ഫത്തഖുല്ലാഹ്, അവിടെയും നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. എന്താ പൈസ കിട്ടാത്തത്? എന്താ എല്ലാ മാസവും കിട്ടുന്ന പോലെ കിട്ടാത്തത്? ഇന്നലെ കിട്ടിയതുപോലെ കിട്ടാത്തത്? അങ്ങനെ വെപ്രാളപ്പെടുകയല്ല, ആർത്തി പൂണ്ട മനസ്സിന്റെ ഉടമയായി മാറുകയല്ല. മറിച്ച് എന്ത് വേണം? എന്റെ റബ്ബ് തീരുമാനിച്ച സമയത്തേ കിട്ടൂ, തീരുമാനിച്ചതേ കിട്ടൂ. അതുകൊണ്ട് റബ്ബിനെ സൂക്ഷിക്കണം. വാജ്മിലൂ ഫി ത്വലബ്, അന്വേഷിക്കുന്ന കാര്യം നിങ്ങൾ നന്നാക്കണം. എന്നിട്ടോ ഖുദൂ മാ ഹല്ല വദഉ മാ ഹറമ, ഹലാലാക്കിയതൊക്കെ എടുക്കുക, ഹറാമാക്കിയതൊക്കെ ഒഴിവാക്കുക. ഏത് വിഷയത്തിലും ഈ തത്വം നമുക്ക് വലിയ തണലാണ്. ഒരു വീടിന്റെ കാര്യമാകട്ടെ, വാഹനത്തിന്റെ കാര്യമാകട്ടെ, മക്കളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, പഠനവുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, ഏത് മേഖലയെടുത്താലും ഹലാലാണോ നമുക്കെടുക്കാം, ഹറാമാണോ ഒരംശം പോലും പാടില്ല. മക്കളെ കല്യാണം നടത്താനൊക്കെ എന്താ ചെയ്യുക? എത്രയാണ് ആവശ്യമുള്ളത്? എവിടുന്നാ പൈസ കിട്ടുക? അവസാനം ബാങ്കിന്റെ പടികൾ കയറി പലിശക്ക് അടിമപ്പെട്ടു പോകുന്ന എത്ര കുടുംബങ്ങളുണ്ട്? സമാധാനത്തോടെ അന്തിയുറങ്ങാൻ ഒരു ഭവനത്തിനു വേണ്ടി ലോണിന് അടിമപ്പെട്ടു പോകുന്ന എത്ര കുടുംബങ്ങളുണ്ട്? മാറി മാറി വരുന്ന ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും അതെല്ലാം കിട്ടി സുഖിക്കാനും ആനന്ദിക്കാനും നിഷിദ്ധമാക്കപ്പെട്ട പലിശയുടെ പിന്നാലെ വെറി പിടിച്ചു പോകുന്ന എത്ര ആളുകളുണ്ട്? എന്താ സഹോദരങ്ങളെ അതുകൊണ്ട് നേട്ടം? എന്താ അതുകൊണ്ട് ലാഭം? നമ്മുടെ വരുമാനത്തിൽ കിട്ടുന്നതിനേക്കാൾ പലിശയായി നമ്മൾ കൊടുക്കണം. അവസാനം പലിശ നമ്മുടെ മേൽ വീണ് മരണത്തിലേക്ക് നയിക്കപ്പെടുന്ന, അവശതയിലേക്ക് നയിക്കപ്പെടുന്ന അപകടകരമായ ഒരു സാഹചര്യം. അവിടെയാണ് ഇസ്ലാമിന്റെ ഈ തത്വത്തിന്റെ വില മനസ്സിലാക്കേണ്ടത്. ഹലാലായത് എടുക്കുക, ഹറാമായത് ഒഴിവാക്കുക. അതാര് വാശി പിടിച്ചാലും, നമ്മുടെ ഭാര്യ വാശി പിടിച്ചാലും, മക്കൾ വാശി പിടിച്ചാലും, ഭർത്താക്കന്മാർ വാശി പിടിച്ചാലും, കുടുംബക്കാർ ഒന്നടങ്കം പറഞ്ഞാലും, നിങ്ങളുടെ വർത്തമാനം കേട്ട് ഹറാമിന്റെ വഴിയിലേക്ക് പോകാൻ എനിക്ക് മനസ്സില്ല, ഞാൻ തയ്യാറല്ല. എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത വഴിയിലേക്ക് കാലെടുത്തു വെക്കാൻ ഞാൻ തയ്യാറല്ല. അത് ഇസ്ലാമിന്റെ ഒരു തർബിയത്താണ്, പരിപാലനമാണ്, മനസ്സിന് കൊടുക്കേണ്ട പരിപാലനമാണ്. ഈ ഹറാമിലൂടെ ശരീരം കൊഴുപ്പിക്കാൻ നോക്കുമ്പോൾ സഹോദരങ്ങളെ മനസ്സ് കേടുവരികയാണ്, മനസ്സ് മലിനമാവുകയാണ്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ, അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, അല്ലാഹുവിനെ അനുസരിച്ച് അവര് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ ഏറ്റവും നല്ല വിജയം കൈവരിച്ചിരിക്കുന്നു എന്നാണ്. എന്തുമാത്രം നല്ല ഉപദേശമാണ്! നമ്മളെപ്പോലെയുള്ള മനുഷ്യർ എഴുതിക്കൂട്ടിയ കാര്യങ്ങൾക്ക്, അവർ മാടി വിളിക്കുന്ന വിഷയങ്ങളിലേക്ക് ഓടിച്ചെന്ന് അവരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കലാണോ നമുക്ക് പ്രധാനം? അതല്ല, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് അവന്റെ കൽപ്പനകൾ സ്വീകരിച്ച് അവന്റെ ഇഷ്ടത്തിനു വേണ്ടി ജീവിക്കലാണോ ഏറ്റവും പ്രധാനം? എന്താണോ മതിയായത്, എന്താണോ കയ്യിലുള്ളത്, അതുകൊണ്ട് ഉള്ളതുപോലെ ജീവിക്കുക. കഴിഞ്ഞ മാസം ഭക്ഷിച്ചതുപോലെ ഈ മാസം ഭക്ഷിക്കാൻ കഴിയണമെന്നില്ല. കഴിഞ്ഞ വർഷം പുതുവസ്ത്രം എടുത്ത പോലെ ഈ വസ്ത്രം എടുക്കാൻ കഴിയണമെന്നില്ല. നിലവിലുള്ള വാഹനം എത്ര ചെറുതാണെങ്കിലും സഹോദരങ്ങളെ, അതിനേക്കാൾ സമാധാനം നമുക്ക് വേറൊന്നും ഉണ്ടാകൂല. മറിച്ച് ആ വാഹനം മാറ്റാൻ അത് വിറ്റു എന്ന് മാത്രമല്ല, വീടിന്റെ ആധാരം കൊണ്ടുപോയി പണയപ്പെടുത്തി പലിശ വാങ്ങി
വലിയ വാഹനം കൊണ്ട് ഞെളിഞ്ഞു നടക്കുക എന്നത് ഒരിക്കലും അഭിമാനമായി നമ്മൾ കാണരുത്. അതൊരിക്കലും അഭിമാനമല്ല, യഥാർത്ഥത്തിൽ വലിയ അപമാനമാണ് അവിടെ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖന്നഅഹു അല്ലാഹു ബിമാ അതാ, അല്ലാഹ് നൽകിയതിൽ തൃപ്തിപ്പെടുക. അല്ലാഹ് എന്താണോ തന്നത് അതിൽ തൃപ്തിയടങ്ങാൻ സാധിക്കണം. ഏറ്റവും പ്രധാനം സമ്പത്താണല്ലോ. സമ്പത്താണ് മനുഷ്യർക്ക് ദുനിയാവിൽ വേണ്ട ഏറ്റവും വലിയ സമ്പത്ത്. അതന്നെയാണ്. സമ്പത്തിനോളം വലിയ ഒരു സമ്പത്ത് വേറെയില്ല. ആ വിഷയത്തിൽ പോലും നോക്കൂ നിങ്ങൾ, പരമകാരുണികന്റെ അടിമകൾ എങ്ങനെയായിരിക്കും? അവർ ചെലവഴിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ലം യഖ്തുറു, പിശുക്ക് കാണിക്കൂല എന്നാണ്. രണ്ട് രൂപത്തിലുള്ള ചെലവുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഒന്ന് നിർബന്ധമായും ചെലവഴിക്കേണ്ടത്. അതിൽ തന്നെ രണ്ട് രീതിയുണ്ട്. അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ, ദുന്യാവിലെ ജീവിതവുമായി ബന്ധപ്പെട്ട ചെലവുകൾ രണ്ട് രീതിയിലാണ്. നിർബന്ധമായും നാം പരിപാലിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ പള്ളി. എവിടുന്ന അതിനുള്ള പൈസ? അള്ളാഹു തന്നതിൽ നിന്ന് കൊടുക്കുക. അതേപോലെ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന, അത് പ്രബോധനം ചെയ്യുന്ന സംവിധാനങ്ങൾ, ആരാ അതിനെ പരിപാലിക്കേണ്ടത്? അങ്ങാടിയിലേക്ക് ഇറങ്ങി തെണ്ടുക എന്ന പ്രവണത പാടുണ്ടോ? ഇല്ല. മറിച്ച് എന്താണ്? അതിന് കഴിവുള്ളവർ അവരെ സമീപിച്ച് ആവശ്യമായ തുക സമാഹരിച്ച് അതിന് പ്രചോദനം കൊടുത്ത് ആ കാര്യങ്ങളെ പരിപാലിക്കുക, സംരക്ഷിക്കുക എന്നത് വാജിബായ കാര്യമാണ്, നിർബന്ധമായ വിഷയമാണ്. നമ്മുടെ കുടുംബത്തിന്റെ കാര്യം, ഭാര്യയുടെ വിഷയം, മാതാപിതാക്കളുടെ വിഷയം, മക്കളുടെ വിഷയം, കുടുംബ ബന്ധങ്ങളുടെ വിഷയം, അവിടെ നിർബന്ധമായി നമ്മൾ ചെലവഴിക്കണം. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കണം. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ, ധൂർത്ത് കാണിക്കുന്ന പരിപാടിയില്ല. മക്കൾ പറയുന്നതിലേക്ക് എല്ലാം വലിച്ചുവാരി കൊടുക്കുക, ഭാര്യ പറയുന്നതിലേക്ക് വലിച്ചുവാരി കൊടുക്കുക, ഭർത്താവ് പറയുന്നതിലേക്ക് വലിച്ചുവാരി എറിയുക, അങ്ങനെയില്ല. ആ ധൂർത്തിന്റെ പാഠം ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. വലം യഖ്തുറൂ, പിടിച്ചു വെക്കൂല, ഞാൻ തരൂല, എന്റെ അടുത്ത് കിട്ടൂല, ഇത് എനിക്കുള്ളതാണ്, ഇത് എന്റേതാണ്, ആ നിലക്കല്ല. ആവശ്യമുള്ളതിന് കൊടുക്കും. വകാന ബൈന ദാലിക ഖവാമ, അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളതാണ് ഒരു വിശ്വാസി, പരമകാരുണികന്റെ അടിമ ചെയ്യുക എന്നാണ്. ആ ആവശ്യത്തിൽ നിർബന്ധമുണ്ട്. ഐച്ഛികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സക്കാത്ത് നിർബന്ധമായി കൊടുക്കേണ്ടതാണ്, സ്വതക്ക സാധിക്കുന്ന പോലെ ചെയ്യേണ്ടതാണ്. സഹോദരങ്ങളെ, ദുന്യാവിന്റെയും ദീനിന്റെയും കാര്യത്തിൽ ഈ നിലപാട് കണിശമാക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന അടിമകളുടെ സ്വഭാവമായി ഈ കാര്യം പ്രത്യേകം എടുത്തു പഠിപ്പിച്ചത്. ഈ ഒരു നിലപാട് കണിശമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരുപാട് വലിയ വീഴ്ചകളും അബദ്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും എന്നത് ഉറപ്പായ കാര്യമാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ കൂടെ നമ്മുടെ തണലിൽ വളരുന്ന മക്കൾക്ക് മാതാപിതാക്കൾ കൊടുക്കേണ്ട പരിചരണം എന്തായിരിക്കണം, പരിപാലനം എന്തായിരിക്കണം, അത് ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. അവരെ അഴിച്ചുവിടുകയല്ല. മൃഗങ്ങളുടെ കുട്ടികൾ എവിടെയെങ്കിലും പോയി ജീവിക്കുന്ന പോലെ നമ്മുടെ മക്കളെ അഴിച്ചുവിടുക എന്നതല്ല. അവർക്കൊരു ഇസ്ലാമിന്റെ പ്രകൃതമുണ്ട്, ഫിത്രത്തുൽ ഇസ്ലാം. കളങ്കപ്പെടാത്ത, കേടുവരാത്ത നല്ല മനസ്സിന്റെ ഉടമകളാണവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര, ഒരു കുട്ടിയും നല്ല പ്രകൃതിയോടെയല്ലാതെ പ്രസവിക്കപ്പെടുന്നില്ല. ഏത് മനുഷ്യന്റെ കുട്ടിയാണെങ്കിലും, മുസ്ലിമിന്റെ കുട്ടി എന്ന് മാത്രമല്ല, എല്ലാ മനുഷ്യന്റെ മക്കളുടെയും പ്രത്യേകതയാണ്. എന്നാലോ ഫഅബവാഹു യുഹവ്വിദാനി വയുനസ്സിറാനി വയുമജ്ജിസാനി, അവന്റെ മാതാപിതാക്കൾ ഒന്നുകിൽ അവനെ ജൂതനാക്കുന്നു, അല്ലെങ്കിൽ നസ്രാനി ക്രൈസ്തവനാക്കുന്നു, അല്ലെങ്കിൽ മജൂസിയാക്കുന്നു. ആ നിലക്ക് അവന്റെ മക്കളെ അവർ വളർത്തുന്നു എന്നാണ്. പിന്നെയോ കമാ തുൻതജുൽ ബഹീമതു ബഹീമതൻ ജംആ,
മൃഗത്തിന്റെ കുട്ടി പ്രസവിക്കപ്പെടുന്ന പോലെയാണ്. ആ മൃഗത്തിന്റെ കുട്ടി പ്രസവിക്കപ്പെട്ടാൽ അത് എവിടെങ്കിലൊക്കെ പോയിട്ട് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ഹൽ തുഹിസ്സൂന ഫീഹാ മിൻ ജദഅ, നിങ്ങൾക്കാർക്കെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ന്യൂനത, ഒരു കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നാണ്. അഥവാ ഒരു മൃഗത്തിന്റെ കുട്ടിയെ അഴിച്ചുവിട്ട പോലെ ആ നിലക്കല്ല ഒരു മനുഷ്യന്റെ കുട്ടിയെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് വിടുന്നത്. അത് ഫിത്രത്തുൽ ഇസ്ലാമാണ്. അതുകൊണ്ട് മനസ്സിന്റെയും ശരീരത്തിന്റെയും പരിപാലനം വളരെ പ്രധാനമാണ്. അതൊരിക്കലും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. ആ പരിപാലനം കൃത്യമായി നമ്മൾ കൊടുത്താലേ അവരുടെ ഘട്ടം ഘട്ടമായ വളർച്ചയിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് തൃപ്തിയടങ്ങാൻ അവർക്ക് സാധിക്കും. നമ്മളും അങ്ങനെയാകണം. മക്കളെ മുന്നിൽ വെച്ച് പല സൗകര്യങ്ങളും അതേപോലെ തന്നെ സംവിധാനങ്ങളുമുള്ള വീടുകൾ മറ്റും കാണുമ്പോ എന്താണ് അവിടുത്തെ അവസ്ഥ, നമ്മുടെ അവസ്ഥ എന്താണ്? അങ്ങനെ ഒരു കണക്ക് കൂട്ടൽ പാടില്ല, അങ്ങനെ ഒരു താരതമ്യം പാടില്ല. എന്തുകൊണ്ട്? അത് മക്കളിൽ ഉണ്ടാക്കുന്ന അപകടം വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച വലിയ ഒരു മര്യാദ നോക്കൂ നിങ്ങൾ. അഥവാ നമുക്ക് നമ്മുടെ വിഷയം തെറ്റാതിരിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ താളം പിഴക്കാതിരിക്കണമെങ്കിൽ, അസൂയ, അഹങ്കാരം, ഗർവ് പോലെയുള്ള പൈശാചിക സ്വഭാവങ്ങൾ നമ്മെ ബാധിക്കാതിരിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരെ നിങ്ങൾ നോക്കുക. എന്താ താഴെയുള്ളവരെ നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത്ര നീളല്ലാത്ത തടിയില്ലാത്ത ആൾക്കാരെ നോക്കണം എന്നാണോ? അല്ല. നമ്മളെക്കാൾ സൗകര്യക്കുറവിൽ ജീവിക്കുന്നവർ ആരാണ്? വീടിന്റെ വിഷയത്തിൽ, സൗകര്യങ്ങളുടെ കാര്യത്തിൽ, ഏത് മേഖലയിലും നമ്മളെക്കാൾ ദുർബലാവസ്ഥയിൽ കഴിയുന്നവർ ആരാണ്? അവരെ നോക്കണം. വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ മുകളിൽ കഴിയുന്ന നല്ല പ്രൗഢിയിൽ സുഖത്തിൽ ജീവിക്കുന്ന ആളുകളെ നോക്കിയിട്ട് ഞാൻ എന്താണ് ഇങ്ങനെ, ഞാൻ കാരണം എന്റെ മക്കൾ ഇങ്ങനെയായല്ലോ, എന്റെ കുടുംബം ഇങ്ങനെയായല്ലോ, ഈ വിലയിരുത്തൽ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി തന്ന അനുഗ്രഹങ്ങളെ നിസാരമായി കാണാതിരിക്കാൻ, പുച്ഛിക്കാതിരിക്കാൻ, ചെറുതായി കാണാതിരിക്കാൻ. നമുക്ക് തോന്നുക നമ്മൾ വളരെ ഒന്നുമില്ലാത്ത പരമദരിദ്രരാണ് നമ്മൾ എന്ന് നമ്മുടെ കാര്യത്തിൽ നമുക്ക് തോന്നാതിരിക്കാൻ നല്ലത് നമ്മളെക്കാൾ താഴെയുള്ളവരെ നോക്കണം എന്നാണ്. എന്തുമാത്രം വലിയ സമാധാനം നൽകുന്ന ഒരു സന്ദേശമാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല, മനസ്സിനെ വിമലീകരിച്ചവർക്കാണ് വിജയം, അതിനെ വിശുദ്ധമാക്കിയവർക്കാണ് വിജയം. പക്ഷേ ബൽ തൂതിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ കാര്യത്തിൽ വലിയ പ്രിയം വെക്കുകയാണ്, ഭയങ്കര ഇഷ്ടം കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഈ മനോഭാവമാണ് നമുക്കുള്ളതെങ്കിൽ എത്ര ചെറിയ പ്രശ്നമാണെങ്കിലും വലിയ പരീക്ഷണമാണെങ്കിലും പിശാച് നമ്മുടെ മനസ്സിലേക്ക് പട്ടിണി, ദാരിദ്ര്യം, ഈ നിലക്കുള്ള പേടികൾ ഇട്ടു തരും. ആ പേടികൾക്ക് അടിമപ്പെട്ട് അലയുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിനെ അനുസരിക്കണം, അവന് നന്ദി കാണിക്കണം എന്ന ചിന്ത ഇല്ലാത്തവരായി മാറ്റപ്പെടുന്ന അവസ്ഥ നമുക്കുണ്ടാകും. ആ പേടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ വളരെ കണിശമായി നാം ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ ഈ സാഹചര്യത്തിൽ അനിവാര്യമായി നാം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യം, നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് പ്രയാസമുള്ളതായിരിക്കും.
നമ്മൾ കണക്ക് കൂട്ടുക, അതെനിക്ക് നല്ലതാണല്ലോ, അതെനിക്ക് പറ്റിയതാണല്ലോ, എനിക്ക് കിട്ടേണ്ടതാണല്ലോ, എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, എനിക്കതുണ്ടാകുന്നില്ല. ഈ ചിന്തയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക. ആ ചിന്തയുടെ നേർ വിപരീതമായിരിക്കും ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ നൽകുക. അതോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ വെറുപ്പായി കാണുന്ന ഒരു കാര്യം നിങ്ങൾക്കത് ഖൈറായിരിക്കും. അതേപോലെ തന്നെ വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരു കാര്യം, അതെനിക്ക് വേണം, അത് എന്റേതാകണം എന്ന് നമ്മൾ കാര്യമായി ഏത് വിഷയത്തെയാണോ കാണുന്നത് അത് നമുക്ക് ഷർറായിരിക്കും. വളരെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, അത്ഭുതപ്പെടുത്തേണ്ട ഒരു വിഷയമാണിത്. നമ്മുടെ മനസ്സിന്റെ വെറി മാറ്റാൻ സഹോദരങ്ങളെ ഇതിനോളം തുല്യമായ തിരിച്ചറിവ് നൽകുന്ന ഒരു സന്ദേശം, ഒരു തത്വം വേറെ ആർക്കും തരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശങ്ങളെയും തത്വങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാനുള്ള പരിശ്രമം നമുക്കുണ്ടായി തീർന്നാൽ സമാധാനം നിറഞ്ഞ ഒരു ജീവിതം, സ്വസ്ഥതയുള്ള ഒരു ജീവിതം, ക്ഷമയുള്ള ഒരു ജീവിതം, സഹനമുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട വിശ്വാസികൾ, മാതാപിതാക്കൾ, പണ്ഡിതന്മാർ, പ്രബോധകർ അല്ലാഹു അവർക്ക് മഅഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനി വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.